നമസ്കാരം. ഭാരതമണ്ണിന്റെ കാവലാളുകളായ ഇന്ത്യൻ കരസേനയുടെ വീര്യവും ത്യാഗവും സ്മരിച്ചുകൊണ്ട് രാജ്യം ഇന്ന് 78ാമത് കരസേനാ ദിനം ആഘോഷിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫായി ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റ ഈ ചരിത്ര ദിനത്തിന്റെ ഓർമ്മ പുതുക്കി ജയ്പൂരിലാണ് ഇത്തവണത്തെ പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്. അതിർത്തികളിൽ ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന നമ്മുടെ വീര ജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സ്കൂൾ കലോത്സവം 210 പോയിന്റുകളുമായി കണ്ണൂർ മുന്നിൽ, കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലക്ഷദ്വീപ് പ്രതിഭ, 276 വർഷത്തെ പാരമ്പര്യം, മറുജപത്തിന് സമാപനം. ബ്രഹ്മപുരത്ത് നടന്നത് വെറും ഷോ, പുതിയ മാസ്റ്റർ പ്ലാനുമായി UDF. നെല്ല് നൽകിയിട്ട് മാസമായി പണം നൽകാതെ SBI, വണ്ടാനത്ത് കർഷക പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടം തുടരുകയാണ്. ഏറ്റവും പുതിയ പോയിന്റ് നില അനുസരിച്ച് 210 പോയിന്റുകളുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടു പിന്നാലെയായി 208 പോയിന്റുകളുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ 206 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്താണുള്ളത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ വേദികളിൽ കനത്ത പോരാട്ടം. ഏറ്റവും പുതിയ പോയിന്റ് നില അനുസരിച്ച് 210 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല തങ്ങളുടെ ആധിപത്യം നിലനിർത്തി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. കലോത്സവത്തിന്റെ ആദ്യ നിമിഷം മുതൽ നിലനിർത്തുന്ന ഈ മുന്നേറ്റം കണ്ണൂർ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. എന്നാൽ കണ്ണൂരിന് തൊട്ടു പിന്നിൽ തന്നെ 208 പോയിന്റുകളുമായി കോഴിക്കോട് ജില്ല ശക്തമായ ഭീഷണി ഉയർത്തുന്നുണ്ട്. കേവലം 2 പോയിന്റുകളുടെ മാത്രം വ്യത്യാസം ഏത് നിമിഷവും പോയിന്റ് പട്ടികയിൽ അട്ടിമറിക്ക് സാധ്യത കൽപ്പിക്കുന്നു. അതേസമയം ആതിഥേയം നിലനിർത്തിയ ചാമ്പ്യന്മാരായ തൃശൂർ 206 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ കിരീടം നിലനിർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് തൃശൂർ. പാലക്കാട്, ആലപ്പുഴ ജില്ലകളും തൊട്ടടുത്ത പോയിന്റുകളുമായി ഇവർക്ക് പിന്നാലെയുണ്ട്. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്തെ സൂര്യകാന്തി ഉൾപ്പെടെയുള്ള 28 വേദികളിലും ജനത്തിരക്ക് വർദ്ധിച്ചു വരികയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രധാന ഇനങ്ങളുടെ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ കിരീട പോരാട്ടം ഇനിയും മുറുകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിൽ ഒരിക്കൽ നടക്കാറുള്ള ലക്ഷദ്വീപം ദർശിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 1750-ലാണ് ആദ്യ ലക്ഷദ്വീപം തെളിച്ചതെന്നാണ് ചരിത്രം. അനന്തപുരയിൽ ഭക്തിസാന്ദ്രമായ ദീപക്കാഴ്ച. 6 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിഞ്ഞു. ക്ഷേത്ര ഗോപുരങ്ങളും പത്മതീർത്ഥക്കരയും ലക്ഷക്കണക്കിന് മൺവിളക്കുകളാൽ പ്രകാശപൂരിതമായപ്പോൾ ഭക്തലക്ഷങ്ങൾ ഈ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനെത്തി. 1750-ൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ഐതിഹാസികമായ ചടങ്ങിന് തുടക്കം കുറിച്ചത്. 56 ദിവസത്തെ മുറജപത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് ക്ഷേത്ര പരിസരം സ്വർണപ്രഭയിൽ അലിഞ്ഞു ചേർന്നു. വൻ ജനത്തിരക്ക് കണക്കിലെടുത്ത് നഗരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ മാസ്റ്റർ പ്ലാനുമായി കൊച്ചി കോർപ്പറേഷനിലെ UDF ഭരണസമിതി രംഗത്തെത്തി. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് പ്ലാന്റിലെ ഭക്ഷ്യമാലിന്യ സംസ്കരണം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പുതിയ ഭരണസമിതി ആരോപിക്കുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ മാസ്റ്റർ പ്ലാനുമായി കൊച്ചി കോർപ്പറേഷൻ രംഗത്ത്. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് ബ്രഹ്മപുരം പൂങ്കാവനമാക്കിയെന്ന പ്രഖ്യാപനം വെറും ഷോ മാത്രമായിരുന്നുവെന്ന് പുതിയ മേയർ VK മിനിമോൾ ആരോപിച്ചു. പ്ലാന്റിലെ ഭക്ഷ്യമാലിന്യ സംസ്കരണം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ടൺ കണക്കിന് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഇനിയും ബയോമൈനിങ് നടത്താൻ ബാക്കിയുണ്ടെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു. ബ്രഹ്മപുരത്തെ യഥാർത്ഥ സ്ഥിതി പുറം ലോകത്തെ അറിയിക്കുവാൻ മാധ്യമ സംഘത്തോടെയാണ് മേയറും സംഘവും ഇന്ന് പ്ലാന്റ് സന്ദർശിച്ചത്. വരും ദിവസങ്ങളിൽ മാസ്റ്റർ പ്ലാനിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് UDF ഭരണസമിതിയുടെ നീക്കം. ആലപ്പുഴ വണ്ടാനത്ത് നെല്ല് സംഭരിച്ച് 1 മാസം പിന്നിട്ടിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ പ്രതിഷേധത്തിൽ. വണ്ടാനം 4 പാടത്തെ 230ഓളം കർഷകർക്കാണ് ബാങ്ക് അധികൃതരുടെ അനാസ്ഥ മൂലം പണം ലഭിക്കാത്തത്. 155-200 ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ആ ഫണ്ട് ആക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഫണ്ട് ഇവിടെ ക്ലോസ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ ഫണ്ട് നമുക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്നാണ് ഇപ്പോൾ മാനേജരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്നാലും ശരി തന്നെ ഫണ്ട് വരുന്ന മുറയ്ക്ക് ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആൾക്കാരുടെയും പൈസ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്ത് കൊള്ളാമെന്ന് ഇപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ
സംസാരത്തിൽ നിർത്തിക്കൊണ്ട് പോകുന്നു. നെല്ല് സംഭരിച്ച് 1 മാസം പിന്നിട്ടിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനത്ത് കർഷകർ ശക്തമായ പ്രതിഷേധത്തിൽ. വണ്ടാനം 4 പാടം പാടശേഖരത്തിലെ 230ഓളം കർഷകരാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് കൃഷി ഇറക്കിയ തങ്ങൾക്ക് നെല്ല് അളന്നു നൽകിയിട്ടും അർഹമായ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും എത്തിയില്ലെന്നാണ് കർഷകരുടെ പരാതി. ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ കാലതാമസമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് ഇവർ ആരോപിക്കുന്നു. കൃഷി ഉപജീവനമാക്കിയ സാധാരണക്കാരായ കർഷകർ അടുത്ത കൃഷി ഇറക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനിരിക്കവെയാണ് ഇത്തരം ഒരു പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുന്നത്. എത്രയും വേഗം തുക ലഭിക്കാത്ത പക്ഷം സമരം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ അറിയാൻ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കാവുന്നതാണ്. വീണ്ടും ചില നിർണായകമായ വാർത്തകളുമായി സെക്കൻഡ് റൗണ്ടപ്പിൽ കാണാം.